ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാർ, എന്റെ വീട് അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അതുകൂടെ ആദ്യം മോളുടെ ഫോൺ നമ്പർ ഇതിനകത്തോട്ടൊന്ന് ഫീഡ് ചെയ്തേ. ഞാനൊന്ന് വിളിക്കാൻ നോക്കിയിട്ട് ഇതിനകത്ത് നമ്പറില്ല. നമ്മളെ ജോസിനടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ആയിക്കോട്ടെ അറിഞ്ഞുകൂടാ. അതാ നേരിട്ട് വന്നത്. മോളെന്തായാലും ഫീഡ് ചെയ്തോ. ശരി. മോളെ, നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ വരുന്നെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, അവരിപ്പോ ഇങ്ങനെ തറായി. മോൾക്ക് വേറെ പ്രോഗ്രാം ഒന്നുമില്ലല്ലോ? ഏയ്, എനിക്കൊരു പ്രോഗ്രാമും ഇല്ല. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളാം. എന്നിട്ടേ മോളിക്കുട്ടീനെയും കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് വരാം. അവൾക്കൊരു സന്തോഷം. ആയിക്കോട്ടെ. അയ്യോ, സാറ് വന്നിട്ട് അകത്തേക്ക് ഒന്നും കേറിയില്ലല്ലോ. വാ സാറേ. ഏയ് വേണ്ട മോളെ, അതൊക്കെ സൗകര്യം പോലെ പിന്നെ വരാം. അവരത്രയും ദൂരത്തുനിന്ന് വരുന്നവരല്ലേ മോളെ. ഇന്നലെ ഒരു മിനിറ്റ് സാറേ, അമ്മ സാറിനെ കാണുന്നു പറയാൻ തുടങ്ങിയിട്ട് കൊറേ ദിവസമായി. ഒന്ന് കണ്ടിട്ട് പോവാം. ഓ, അതെന്താ മോളെ വിളിക്കാം. ശരി. അമ്മേ, അമ്മ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളെ പുറത്തു വന്ന് നിക്കുന്നുണ്ട്. ആരെ? ഷോ, അനിയ സാറ്. ഹലോ സാറേ, ഞങ്ങൾ എത്താറായി. പറഞ്ഞ സ്ഥലത്ത് തന്നെ കാണില്ലേ? ഇല്ലെങ്കിലേ ഞങ്ങൾ ചുറ്റിപ്പോകും കേട്ടോ. പറഞ്ഞ സ്ഥലത്ത് കൃത്യമായിട്ട് ഞാനുണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ. എത്ര സ്ഥലത്ത് വെച്ച് കാണാൻ ശ്രമിച്ചിട്ടും നടക്കാത്തതാ. അമ്മ വന്നേ, വാ. നീ എന്താ സാറിനെ അകത്തേക്ക് വിളിക്കാഞ്ഞത്? അതെ, ആ പ്രോപ്പർട്ടി കാണാനുള്ള ആൾക്കാർ വന്നോണ്ടിരിക്കാ. സാറ് അതിന്റെ തിരക്കിൽ നിക്ക. ഇപ്പൊ എനിക്കിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോണം. അമ്മ വേവാ, വാ. ഞാൻ ദേ അവിടെ തേറായി. ഓ, ആയിക്കോട്ടെ സാറേ. ആളവിടെ ഉണ്ട്. അയ്യോ, അമ്മ അവിടെ നിക്ക, ഞാനിപ്പോ വരാം. സാറേ, സാറ് പോവാണോ? അമ്മളെ, അവര് കവലയിൽ എത്താറായി. മോള് പെട്ടെന്ന് വന്നേക്കട്ടെ. അമ്മയോട് പറഞ്ഞോളൂ, ഞാൻ ഒരു ദിവസം ഒന്ന് വിശദമായിട്ട് കാണാമെന്ന്. ദേ മോളെ, പെട്ടെന്ന് എത്തട്ടെ. ശരി എന്നാ. അയ്യോ, പോയി അല്ലേ? ഇതെന്താ അമ്മ ഇങ്ങനെ? നിങ്ങൾ തമ്മില് കൂട്ടിമുട്ടില്ലേ? ആ പ്രോപ്പർട്ടി കാണാൻ വരുന്നവര് എത്താറായിന്ന് പറഞ്ഞു വിളിച്ചു. അതാ സാറ് ധൃതിയിൽ പോയത്. കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ കാണാൻ പറ്റില്ല, കാണുന്നവരുടെ മുൻപില് നിൽക്കാനും പറ്റില്ല. എന്തൊരു യോഗം. അതെ, അനിയൻ സാർ ഒരു ദിവസം വിശദമായിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പരാതിയും പരിഭവം ഒക്കെ അപ്പ കെട്ടഴിച്ചാ മതി. പിന്നെ അനിയൻ സാറിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പൊ അമ്മയുടെ മോളാ.